ഉംറയ്യ പോകുന്നവരോട്, മക്കയിലേക്ക് പോകുന്നവരോട്, സിയാറത്തിന് പോകുന്നവരോട് എല്ലാവരോടും ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടാനുള്ള ഒരു പ്രോത്സാഹനവും പ്രചോദനവുമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അവരോട് പറയാം, നിങ്ങളുടെ യാത്ര അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിഷമത്തിലും പെടുത്താതെ നല്ല സുഖകരമായിരിക്കുന്ന യാത്ര ചെയ്ത് മക്കയിലും അതുപോലെ മദീനയിലും പുണ്യസ്ഥലങ്ങളിലും ഒക്കെ പോയി പരിപൂർണമായിരിക്കുന്ന രൂപത്തിൽ ഹജ്ജും ഉംറയും സിയാറത്തും നിർവഹിച്ച് മറ്റ് വിവാദത്തുകളും അതേപോലെ പുണ്യമുള്ള സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ച് എല്ലാ നിലക്കും പൂർണ്ണമായ ആരോഗ്യത്തോടുകൂടെ, റാഹത്തോടുകൂടെ, സന്തോഷത്തോടുകൂടെ നാട്ടിലേക്ക് തിരിച്ചു വന്ന് ദീനീ പ്രവർത്തനങ്ങളിൽ നിരതരാകാനുള്ള എല്ലാവിധ സൗഭാഗ്യങ്ങളും അല്ലാഹു തആല അവർക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. നമുക്ക് അവരോട് പറയാനുള്ളത്, പുണ്യമായ സ്ഥലങ്ങളിലാണ് അവർ പോകുന്നത്. നബിതങ്ങൾ പറഞ്ഞല്ലോ, അവനോട് ആ ഒരു വാക്ക് തന്നെയാണ് നമുക്കും പറയാനുള്ളത്. ഞങ്ങൾ സാധുക്കളാണ്, എല്ലാവരും നമ്മുടെ ഈ നാട്ടുകാരുടെ, നിങ്ങളുടെ കൂട്ടുകാരും നാട്ടുകാരും വീട്ടുകാരും ഒക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത്. നമ്മുടെ ഈ മഹല്ലത്തിന് വേണ്ടിയിട്ട് നിങ്ങളും ദുആ ചെയ്യണം. എല്ലാവിധ ഐശ്വര്യത്തിനും ആരോഗ്യത്തിനും എല്ലാവിധ പുരോഗതിക്കും വേണ്ടിയിട്ട് നിങ്ങളും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യണമെന്ന് ഞങ്ങൾ അവരോട് ആവശ്യപ്പെടുകയാണ്. പിന്നെ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല, സംസാരിച്ച് നീട്ടിക്കൊണ്ട ആവശ്യവുമില്ല. ഈ കാര്യ പരിപാടികളിൽ